ജൂത കുടിയേറ്റക്കാരും ഇസ്രായേൽ സൈന്യവും വീണ്ടും ഫലസ്തീന്റെ ഭാഗങ്ങളിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം അല്പം ഒരു ശാന്തതയുണ്ടായിരുന്നു. ഫലസ്തീന്റെ ഭൂപ്രദേശത്തേക്ക് ജൂത വിഭാഗങ്ങൾ കുടിയേറിക്കൊണ്ട് അവിടെ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് അവിടെ താമസിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ളത്. ഗവൺമെന്റ് തലത്തിൽ നിന്ന് നല്ലൊരു പിന്തുണ ഈ കാര്യത്തിന് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായ രീതിയിൽ ജൂത വിഭാഗത്തിന് ഈ കാര്യത്തിൽ സഹായമുണ്ടാവുകയും ചെയ്യാറുള്ളത് സാധാരണയാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഫലസ്തീനികളായിരിക്കുന്ന ആളുകൾ കുടിയൊഴിഞ്ഞു പോകേണ്ട ഒരു പ്രത്യേക സ്ഥിതിവിശേഷമുണ്ടാവും. ഇതൊക്കെ വലിയ രീതിയിൽ അന്താരാഷ്ട്ര മേഖലയൊക്കെ വലിയ ചർച്ചയാവും. ചർച്ച 1-2 ദിവസം നിലനിൽക്കും. പിന്നീട് ചർച്ച എവിടെയും എത്താത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളിലാണ് വീണ്ടും ഇതേ സെറ്റിൽമെന്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം ജൂത കുടിയേറ്റക്കാർ നടത്തിയതിനെ ഇസ്രായേൽ സൈന്യം തന്നെ പ്രതിരോധിച്ചത്. അങ്ങനെ അവർ പരസ്പരം ഏറ്റുമുട്ടുകയും വലിയ രീതിയിൽ അക്രമ കാര്യങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഫലസ്തീന്റെ എല്ലാ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ഒരു നിരീക്ഷണം ഇപ്പോൾ കൃത്യമാണ്. അതുകൊണ്ട് ജൂതന്മാർ ഏത് തരത്തിലാണോ ഫലസ്തീനികളുടെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അത് അന്താരാഷ്ട്ര മേഖലയിൽ ചർച്ച ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജൂത കുടിയേറ്റവും ഇസ്രായേൽ സൈന്യത്തിന്റെ ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഓസ്ലോ ഉടമ്പടി കരാറിന്റെ ലംഘനമാണ് ഈ പ്രവൃത്തി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് ഹമാസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആരോപിച്ചിരിക്കുന്നത്. ഫലസ്തീൻ അതോറിറ്റിയും ഈ വിഷയത്തെ വലിയ രീതിയിൽ ശക്തമായിട്ട് അപലപിച്ചു. 1993 കാലത്താണ് ഫലസ്തീനിലെ യാസർ അറഫാത്തും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത്. അത് മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയായിരുന്നു. ഓസ്ലോ ഉടമ്പടി എന്ന് ആ കരാറിനെ പറയുന്നു. ഈ കരാർ പ്രകാരം നിലവിലുള്ള പ്രദേശത്ത്, അതായത് ഫലസ്തീന്റെ പ്രദേശത്തിലേക്ക് ജൂത കുടിയേറ്റക്കാരോ സെറ്റിൽമെന്റ് സ്ഥാപിക്കാനോ വേണ്ടിയോ വരാൻ പാടില്ല എന്നുള്ളതും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര പ്രതിരോധം തീർത്തുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തും എന്ന രീതിയിലായിരുന്നു ആ കരാർ വ്യവസ്ഥയൊക്കെ പറഞ്ഞിരുന്നത്. കരാർ വ്യവസ്ഥ കുറച്ചു കാലങ്ങളൊക്കെ തുടർന്നു പോന്നിരുന്നു എങ്കിലും പിന്നീട് ഫലസ്തീൻ പ്രസിഡന്റ് മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ അന്നത്തെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്ന ബ്രിട്ടന്റെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മരണപ്പെട്ടതോടുകൂടി പിന്നീട് കുറേശ്ശെയായി സെറ്റിൽമെന്റ് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ആ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇന്ന് അത് വല്ലാത്ത രീതിയിൽ കണിശമായ സമയത്ത് ലോക മുഖത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന് ന്യായീകരിക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം വന്ന സമയത്താണ് അവർ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അങ്ങനെയാണ് ജൂത കുടിയേറ്റക്കാരും ഇസ്രായേലിന്റെ സൈന്യരും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അവസ്ഥയും എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ ഇതിനോടനുബന്ധിച്ച് വയനാട് റിസോർട്ട് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്. പ്രവാസികളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ റിസോർട്ട് സംവിധാനം വൈത്തിരി, മേപ്പാടി ഭാഗങ്ങളിലൊക്കെ സ്ഥാപിക്കുന്നത്. അതിനോട് സഹകരിക്കാൻ പറ്റുന്നവർക്ക് സഹകരിക്കാവുന്നതാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന സംവിധാനമാണ്. 2ാം ഘട്ടമാണ് ഈ പ്രവൃത്തി ഞങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിൽ വിജയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2ാം ഘട്ടം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ റിസോർട്ടിന്റെ ഭൂമി വാങ്ങിയിട്ട് അവിടെ റിസോർട്ട് സ്ഥാപിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്ന സംവിധാനം അല്ലെങ്കിൽ റെന്റിന് കൊടുക്കുന്ന സംവിധാന കാര്യങ്ങളാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളും സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ താഴത്തെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അത് കൃത്യമായ രീതിയിൽ പറയാവുന്നതാണ്. അത് താല്പര്യമുള്ള ആളുകൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ലെബനാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് അല്പാൽപ്പം പിറകോട്ട് പോകുന്ന രീതിയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭ്യമാകാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അകത്തും പുറത്തും വലിയ രീതിയിൽ ആഭ്യന്തര വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നു. അതിനെ പരിഹരിക്കാത്ത രീതിയിൽ മറ്റൊരു രാജ്യത്തെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചയച്ചാൽ അതിന്റെ പ്രത്യാക്രമണങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്ന് കൃത്യമായ രീതിയിൽ പറയാനോ മനസ്സിലാക്കാനോ വേണ്ടി ഇസ്രായേലിനോ അമേരിക്കക്കോ സാധിക്കുന്നില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം ചെയ്യുന്ന മേഖലകളിലൊന്നും യഥാർത്ഥത്തിൽ ശത്രുപക്ഷത്തുള്ളവരുടെ ശക്തിയോ ആയുധങ്ങളോ അവരുടെ പ്രതിരോധങ്ങളോ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്കക്കോ ബ്രിട്ടനോ ഇസ്രായേലിനോ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ചെങ്കടലിൽ വിയർത്തൊലിക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ബ്രിട്ടനും. 24 മണിക്കൂർ കൊണ്ട് ഹൂത്തി വിമതരെ ഇല്ലാതാക്കും, തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചെങ്കടൽ വിമോചന സംവിധാനത്തിന്റെ രീതിയിൽ യുദ്ധക്കപ്പലിലൊക്കെ ചെങ്കടലിലേക്ക് അയച്ചുകൊണ്ട് അങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. 100% പരാജയമായിരുന്നു എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളുമാണ് അമേരിക്കക്കും ബ്രിട്ടനും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ അമേരിക്കയും ബ്രിട്ടനും എളിഭ്യരായി മാറിയിരിക്കുകയാണ്. കാരണം അവരെ ആശ്രയിച്ചുകൊണ്ട് ചെങ്കടൽ വഴി ഒരു കപ്പലിനും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ്. കാര്യം അവർ പറയുന്നത് ഏതൊക്കെ ശക്തിയുള്ള ആയുധം കൊണ്ടാണ് തങ്ങളെ പ്രത്യാക്രമണം നടത്തുന്നത് എന്ന് ഇപ്പോഴും തങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് ഏറെക്കുറെ അമേരിക്കയും ബ്രിട്ടനും പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. അത് ഒരു ഭാഗം നമ്മൾ അങ്ങനെ കണക്കാക്കാം.
ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന നൂതനപരമായിരിക്കുന്ന ആയുധ സംവിധാനം എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഇസ്രായേലിനും സാധിക്കുന്നില്ല. ഇസ്രായേലിന്റെ അകത്ത് കയറിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ള ഗ്രൂപ്പ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രഹസ്യപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് ലോകത്തിന് മുൻപിൽ പ്രചരിപ്പിച്ചത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പരാജയത്തിലാണ്. അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിന് ഒരു ധൈര്യം യഥാർത്ഥത്തിൽ ഇസ്രായേലിനില്ല. ഈ എല്ലാ മേഖലയും ഇതോടെ അനുബന്ധിച്ചുകൊണ്ട് നമ്മളിപ്പോൾ മേൽ പറയപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഈ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊന്നും വലിയ ചർച്ച ആവാറില്ലായിരുന്നു. കാരണം ലോകത്തോട് ഇസ്രായേൽ സംസാരിക്കുന്നതും ഇസ്രായേൽ പറയുന്നതും മാത്രമാണ് ലോകം കേൾക്കാറുള്ളത്, അത് മാത്രമാണ് സത്യം എന്ന് ലോകം വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്താവുന്നില്ല, മറ്റുള്ള പാലസ്തീനികളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഹമാസ് പറയുന്നതും വെസ്റ്റ് ബാങ്കിൽ നിന്ന് പറയുന്നതും ഒന്നും ലോകം കേൾക്കാതെ പോകുന്നു. ഒക്ടോബർ 7 തീയതിക്ക് ശേഷം എന്താണോ ഹമാസ് പറയുന്നത്, എന്താണോ ഫലസ്തീൻ പറയുന്നത്, അതാണ് ലോകം കേൾക്കുന്നത്. അവരുടെ ശബ്ദത്തിന് മാത്രമേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിന് കേൾവി ശക്തിയുള്ളൂ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാണ് വരുന്നത്. പാലസ്തീന്റെ ഭൂമി അതിക്രമിച്ച് കയറിക്കൊണ്ട് ജൂത കുടിയേറ്റങ്ങൾ സ്ഥാപിക്കുക, അതിന് ഗവൺമെന്റ് പിന്തുണ നൽകുക എന്ന് പറയാതെ അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അവരുടെ ഭൂപ്രദേശത്തേക്ക് എന്തിന് ജൂത കുടിയേറ്റക്കാർ കയറുന്നു എന്ന് ലോക ചർച്ചയിൽ മുഴുവനും അന്താരാഷ്ട്ര മേഖലയിലൊക്കെ വരുന്ന UN സഭയിലൊക്കെ വരുന്ന ചർച്ചയിലൊക്കെ ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിന്തുണ നൽകാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പോലും സാധിക്കാത്തൊരു വിശേഷമാണ്. അതുകൊണ്ടാണ് അവരെ ഈ ജൂത കുടിയേറ്റം നടത്തുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം തന്നെ മുന്നോട്ട് വന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായിരുന്നാലും ജൂത കുടിയേറ്റമാണെങ്കിലും ഇസ്രായേലിന്റെ അധിനിവേശമാണെങ്കിലും ഇതൊന്നും ഒരുപാട് കാലം മുന്നോട്ട് പോവില്ല എന്ന് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന വിലയിരുത്തൽ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.